ഇന്ന് മോർണിംഗിൽ നടന്ന സംഭവ വികാസങ്ങൾ, അതായത് അനീഷും അനുമോളും തമ്മിൽ നടന്ന ആ ഒരു കാര്യം, പ്രപ്പോസൽ, കല്യാണം കഴിക്കൽ, അതോടൊപ്പം തന്നെ ഇഷ്ടം തുറന്ന് പറച്ചിൽ, ഇതൊക്കെ തന്നെ അനീഷിന്റെ ഭാഗത്തു നിന്ന് വന്നതും അനുമോളുടെ ഭാഗത്തു നിന്ന് തിരിച്ചു വന്നതും പിന്നെ അവർ രണ്ട് തട്ടിലാവുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് രീതി എന്ന് പറയുന്നത്, ഇപ്പോ ഈ അനുമോള് കുറച്ചൊന്ന് ഓവറായിപ്പോയി. അവിടെയാണ് അനുമോൾ പെട്ടുപോയതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം അനുമോൾക്ക് ഒരു പരിധി വിടാതെ നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ അനുമോൾക്ക് അനീഷിനെ ഇങ്ങനെയിട്ട് വട്ടം ചുറ്റിക്കാതിരിക്കാമായിരുന്നു. അനുമോൾക്ക് അനുമോളുടെ സ്റ്റാൻഡിൽ നിൽക്കാമായിരുന്നു. അനുമോള് ഇപ്പോൾ അനീഷിനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഡ്രാമ കളി അവിടെ നടത്തിയത്? കാരണം അങ്ങേയറ്റം ഡ്രാമ നന്നായിട്ട് അനുമോൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അനീഷായാലും അനുമോളായാലും അത്ര കൊച്ചൊന്നുമല്ല. അപ്പോൾ അതുപോലെ ഒരു വ്യക്തിയുടെ അടുത്ത്, അതായത് അനീഷിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പരിധി വരെ അനുമോളെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടും അയാളെ ഒരുമാതിരി വട്ടം ചുറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളൊക്കെ അനുമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നതെങ്കിൽ, ഇപ്പൊ അനീഷ് ഒരു സഹോദരിയെ പോലെയാണ് അനുമോളെ കാണുന്നതെങ്കിൽ, തിരിച്ച് അനുമോളും അതേ രീതിയിൽ വേണമല്ലോ ഓരോന്ന് ഒരു സഹോദരന്റെ അടുത്ത് കാണിക്കേണ്ട രീതിയിലാണോ അനുമോൾ അവിടെ കിടന്ന് കാണിച്ച ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്? അല്ലായിരുന്നു. അത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴും അതോടൊപ്പം തന്നെ ലൈവ് കണ്ടവർക്കും അത് വ്യക്തമായിരുന്നു. അയാളെ മാക്സിമം അടുപ്പിക്കാനായിട്ട് അനുമോൾ ഓരോ പ്രയോഗങ്ങൾ അവിടെ നടത്തിയിരുന്നു. അത് നമുക്ക് എപ്പിസോഡിലും ലൈവിലും ഈ കട്ടിങ് വീഡിയോസിലും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനായിരുന്നു അങ്ങനത്തെ ഒരു ഡ്രാമ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ. കാരണം നമ്മൾ ഒരിക്കലും ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കാനായിട്ട് നിൽക്കരുത്. കാരണം നമുക്ക് ഇപ്പോൾ പേഴ്സണലി അധികം അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് പ്രത്യേകിച്ച് ആ ഒരു രീതിയിൽ നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു വലിയൊരു സിറ്റുവേഷൻ കടന്നു വന്ന ഒരു വ്യക്തി, ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ആ ഒരു തരത്തിൽ കളിക്കാനായിട്ട് നിൽക്കരുത്. കാരണം അയാളത് എടുക്കുന്നത് എങ്ങനെയാണെന്നും അയാളത് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നും അയാളത് ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്നും ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ അനുമോൾക്ക് തെറ്റുപറ്റി, 100% തെറ്റുപറ്റി. കാരണം അനുമോളുടേതായിട്ടുള്ള കളി അവിടെ കളിച്ചു. പക്ഷെ അത് കൊണ്ടത് അനീഷിനായിരുന്നു നല്ല രീതിക്ക്. അവസാനം വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റ് മാറ്റിയിട്ട് അവിടെ കാര്യമില്ല. അനുമോളുടെ ഭാഗത്ത് നല്ല തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്. ഈ അനുമോൾ തന്നെയാണ് അവിടെ ആദിലയുടെ അടുത്തും നൂറേരുടെ അടുത്തും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെയല്ലടി, ഇങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചേട്ടനെ പോലെയാണ് കണ്ടത്. ഒരു ചേട്ടനെ പോലെയാണ് കണ്ടതെങ്കിൽ ഒരു ചേട്ടനോട് കാണിക്കുന്ന രീതിയിലാണ് അവിടെ അനീഷിന്റെ അടുത്ത് ഓരോന്ന് ഡ്രാമകൾ കാണിച്ചത്. അനുമോൾക്ക് ശരിക്കും പറഞ്ഞ അനുമോള് നിൽക്കേണ്ട രീതിക്ക് നിന്നിരുന്നെങ്കിൽ അനീഷിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവത്തില്ലായിരുന്നു എന്നുള്ളത് 100% ശരിയാണ്. കാരണം അത്രയ്ക്കും ഡീസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങോട്ട് കയറി ചെന്നിട്ട് തന്നെയാണ് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായത്. അതിൽ ഒരു സംശയമില്ല. അനുമോള് നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ല, അല്ലെങ്കിൽ അനുമോള് അവിടെ അനുമോളുടെ ഗെയിം കളിക്കാൻ നോക്കി. അതും ഒരു വ്യക്തിയുടെ ഫീലിങ്സ് മനസ്സിലാകാതെ അനുമോൾ ആ ചെയ്ത കാര്യം അവിടെ പണി കിട്ടിയത് അനുമോൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് അനുമോളുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞത്. അതായത് ഒരാളടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം അയാളിൽ നിന്നും വന്നപ്പോഴത്തേക്കും അതിനെ പിന്നെ വേറൊരു തരത്തിലോട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതും, ഞാൻ അങ്ങനെയല്ല കാണുന്നത് എന്നൊക്കെ പറയുന്നതും ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡ് രീതിയാണ്. അല്ലെങ്കിൽ അയാളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കണമായിരുന്നു തുടക്കം മുതൽ. അവിടെ ഈ ഒരു കാര്യത്തിൽ നൂറ തന്നെ എടുത്തു പറയുന്നുണ്ട്, അനീഷേട്ടൻ ഒരു സാധാ മനുഷ്യനാണ്, അങ്ങേരൊക്കെ ഈ പറയുന്ന രീതിയിൽ പ്രാങ്ക് ചെയ്താണെന്നോ വേറെ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ഇതില്ല. അത് മനസ്സിലാക്കാതെ നീയാണ് തെറ്റ് ചെയ്തത് എന്നുള്ള തരത്തിൽ നൂറ് അവിടെ അനുമോളടുത്ത് പറയുന്നുണ്ട്. അത് 100% ശരിയാണ്. അനുമോളുടെ ഭാഗത്ത് നല്ല തെറ്റവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സ് നല്ല രീതിക്ക് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% വ്യക്തമാണ്. അതിലൊരു സംശയവും. കൂടുതൽ PB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും